ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ശിവകന്യ. ചേച്ചി, ഇപ്പോൾ BJP-യുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിനെതിരെ ഒരു വലിയൊരു ആക്രമണം നടന്നിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ തലക്ക് തന്നെ പോലീസ് ലാത്തി കൊണ്ട് അടിച്ച് ലാത്തി മുറിയുന്ന തരത്തിലേക്കുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്ര സമയമായിട്ട് അത് പോലീസ് ആരാണ് ആക്രമിച്ച ആരാണെന്ന് പോലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ പ്രതികരണം എന്തായിരിക്കും? അത് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും സമാധാനമാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് എന്താ പറയാ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിയമവ്യവസ്ഥിതിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അതുപോലെ ഉന്നയങ്ങളാണ് ഓരോരുത്തരെ ഇറക്കുന്നത്. അത് നമുക്കറിയാം. ഈ സ്വാഭാവികമായിട്ട് ഏതൊരു ഇലക്ഷൻ വന്നാലും അവരുടെ ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിമാണ് അത് ആക്ച്വലി. അപ്പോൾ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അവർക്ക് ഉറപ്പാണ് ഇനി വരും കാലങ്ങളിൽ BJP എന്തായാലും കേരളമായാലും ഇന്ത്യ മൊത്തം, ഓൾറെഡി ഇന്ത്യയാണ് ഭരിക്കുന്നത്, കേരളത്തിലും കൂടി ഇനി പിടിക്കാനുള്ളൂ. അതെന്തായാലും ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഒരു ഭയമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കാരണം കേൾക്കുന്ന ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അവർ ആകെ റീസൺ പറയുന്നത് ഇപ്പൊ ഈ ഇലക്ഷന് വോട്ട് അട്ടിമറിച്ചു, അതാണ് ഇതാണ്. കാരണം അവർക്ക് പറയാനായിട്ട് ആകെ ഈ ഒരു റീസൺ മാത്രമേ ഉള്ളൂ നിലവില്. അപ്പോൾ അതിലാണ് എല്ലാവർക്കും ഓരോ കാര്യങ്ങള്. ഇപ്പൊ അവര് തോൽക്കാൻ കാരണം ഈ ഒരു അട്ടിമറിയാണ്. ഞങ്ങളുടെ 8 വോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ 10,000-ത്തിന് അത്രയും വ്യത്യാസങ്ങൾ വോട്ടിനുണ്ട്, എന്നിട്ടും അവർ ജയിച്ചേനെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ വീരവാദങ്ങളൊന്നും കേൾക്കാനായിട്ട് ഇന്നത്തെ ജനത ആരും കേട്ട് നിന്നൊന്നും വരില്ല. പിന്നെ എപ്പോഴും സമാധാനപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ അത് പിന്നീട് അവർക്കൊരു ആവേശമായി മാറും. നമ്മളോട് എന്തും ചെയ്യാം, എങ്ങനെയാന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അടിക്ക് തിരിച്ചടി തന്നെ വേണം. കാരണം അതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ തിരിച്ചടിക്കുന്ന ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ റൂൾ ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്കെതിരെ തിരിച്ചടിക്കണമെങ്കിൽ നമ്മൾ പോലീസിനോടുള്ള പ്രതികാരം ചെയ്യാം. അപ്പൊ അതെന്തായാലും ആവശ്യം വന്നാൽ ചെയ്യേണ്ടത് തന്നെയായിട്ട് വരും. ചേച്ചി, ഇപ്പോൾ CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മത്സരിച്ച വാർഡിൽ പോലും അവര് വലിയ രീതിയിൽ അവർ വോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ട് പോലും അതിനെ യഥാർത്ഥത്തിൽ ഈ കള്ളവോട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭീരുത്വമാണോ? അതെ, തീർച്ചയായിട്ടും ഭീരുത്വം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇനി വരുന്ന ഇലക്ഷനിലായാലും മൊത്തം നമ്മുടെ BJP തരംഗം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയല്ല, അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ ഓരോ റീസണുകളായിട്ട് വരാണ്. ഇങ്ങനെ വോട്ട് അങ്ങനെ അട്ടിമറിച്ചു. ഇപ്പൊ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിൽ കയറി ഓരോരുത്തര് അതാണ് കാരണം എന്നും പറഞ്ഞിട്ട് ഇന്ത്യ മൊത്തം പ്രചരിപ്പിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള പപ്പു പറയുന്ന കേട്ടിട്ട് എല്ലാവരും ഇത് കേട്ട് തുള്ളുന്നത് കാണുമ്പോൾ ശരിക്ക് സങ്കടം തോന്നുന്നു. കാരണം പക്ഷെ എന്നാലും ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാമാന്യ ബോധമുള്ള ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJP-യുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? അതിൽ എന്തെങ്കിലും ഒരു ഭയപ്പാട് കൊടുത്ത UDF-നും LDF-നും ആ ത്രിതല പഞ്ചായത്തില് എന്തായാലും നമ്മ അതിശക്തമായി മുന്നേറുന്ന ഉറപ്പാണ്. കാരണം നമ്മുടെ സംഘപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം അത്രയേറെ വലുതാണ്. കാരണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത്, ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ ഇന്ത്യക്ക് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായപ്പോ അതിന് കൂടെ പിടിച്ചവരാണ് ഈ CPM കോൺഗ്രസ് ആളുകൾ. കാരണം മോദി എന്താണ് ചെയ്യുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ ചെയ്യാം. അതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടേക്കുന്നതാണ്, നമ്മിപ്പോ റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മുടെ ഡിഫൻസും കാര്യങ്ങളൊക്കെ അത്രയും പവർഫുൾ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു വാറിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോഴാണ് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഇത്രയും പവർഫുൾ ആണെന്നും നമ്മുടെ രാജ്യം എത്രമാത്രം വളർന്നിട്ടുണ്ടെന്നുള്ളതും അതുപോലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള ചില എന്താ പറയാ പറയാൻ ഇതില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CPM കോൺഗ്രസ് ഇത്രയും നമ്മുടെ ഭാരതത്തിന് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഇപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോദിജിയെ എന്താ പറയാ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയോട് ഉള്ളൊരു ഇത് മൊത്തം അടിച്ചേൽപ്പിക്കുക, മൊത്തം BJP-നെ എന്താ പറയാ. പക്ഷെ അതൊക്കെ എന്താ പറയാ, എങ്ങനെ ചെയ്താലും BJP മുന്നേറും. എല്ലാവരും മോദിജിയുടെ ഒപ്പം ഉണ്ടാവും. സുരേഷ് ജി ആയിക്കോട്ടെ, ആര് BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നോ അവർക്കെതിരെയൊക്കെ ഈ പാർട്ടികളെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. ചേച്ചി, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയാണ് ഇന്നലെ CPM-ന്റെ പ്രവർത്തകർ നടത്തിയ ഒരു ആക്രമണം. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ബോർഡിലെല്ലാം കരിയോല വയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹം ഇതിനെ ഏത് രീതിയിലേക്ക് നോക്കുകയാണ്?
അതെ, ഇത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഷേധിക്കാം, പല രീതിയിൽ പ്രതിഷേധിക്കാം. അത് പക്ഷേ ഓഫീസിൽ കയറി, അതും ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ കയറി അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായുള്ള കാര്യമാണ്. കാരണം ഇതിനൊക്കെ മാറ്റങ്ങൾ വരണം. കാരണം അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നിവാസമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നിയമവ്യവസ്ഥയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ശക്തമായി പ്രതികരിക്കണം. കാരണം ഇത്രയും നാള് ഇതിനൊരു ചോദ്യമോ അല്ലെങ്കിൽ വേറൊരു മറുചോദ്യമോ ഇത്രയും നാൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോഴാണ് അവർക്ക് ഇലക്ഷന് വന്നപ്പോൾ കള്ളവോട്ട് കാരണമാണ് ജയിച്ചതെന്നൊക്കെ പറയണു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പോൾ അപ്പോഴൊന്നും ഇവർക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പൊ അടുത്ത ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുന്നാണ് ഇവര് കള്ളവോട്ട് കണ്ടുപിടിച്ചുള്ളൂ. അപ്പോൾ ഇവര് ഇതിനപ്പുറം കാര്യങ്ങൾ ചെയ്യും. അത് നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ ഇനി ഒരു ഓഫീസോ ഒരു പാർട്ടി പ്രവർത്തകർ നേരെയോ അവർ കൈ തൊടാൻ പാടില്ല. അതിനുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു MP തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ, തൃശ്ശൂരിലെ ശരിക്കും എല്ലാം ഒരു നല്ല വ്യക്തിത്വമാണ്. ഒരു പാർട്ടി പ്രവർത്തന ഉപരി ഒരു നല്ല മനുഷ്യത്വത്തിന് ഉടമയാണ് അദ്ദേഹം. കാരണം ഞങ്ങളായാലും പലയിടത്തും സാറിന്റെ കൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളെയും ഏത് പാർട്ടിയിൽ നിന്ന് നോക്കിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്. അത് പാർട്ടി ആയിക്കോട്ടെ, ഏതൊരാളായിക്കോട്ടെ, നല്ലൊരു മനസ്സോടു കൂടി തികച്ചും എന്താ പറയുക, എനിക്ക് പറയാൻ അറിയില്ല. അതെന്താന്ന് വെച്ചാൽ അത്രയും ഇത് ചെയ്തിട്ടാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നതായാലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കാണുമാനില്ല എന്ന് പറഞ്ഞ കേസൊക്കെ കൊടുത്തുനിന്ന്. പക്ഷെ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാം. ഇപ്പൊ മണിപ്പൂർ ഇത്രയും കലാപം നടന്നിട്ട് ഒരു മിനിസ്റ്റർ പോലും അവിടേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ ഇവർ എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. ഈ സമയത്താണ് സുരേഷ് ജി അവിടെ മണിപ്പൂർ പോയി അവിടുത്തെ കലാപത്തിന്റെ കാര്യങ്ങളും ഒരു സെൻട്രൽ മിനിസ്റ്റർ എന്ന നിലയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ വേണ്ട കാര്യങ്ങളിൽ പ്രതിവിധി ചെയ്യായിരുന്നു അദ്ദേഹം ചെയ്ത്. അപ്പോഴേക്കും ഒരു 2 ആഴ്ച കാണാണ്ടായപ്പോഴേക്കും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക ആളെ കാണാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനി കുറച്ചു നാളത്തേക്ക് ഇതിങ്ങനെ ഉണ്ടാവും. കാരണം സുരേഷേട്ടന് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഇനി ഉണ്ടാവും. കാരണം നമുക്കറിയാം ആളൊരു നല്ല വ്യക്തിയാണ്. ഇനി ആയാലും തൃശ്ശൂർ ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഭരിക്കാനായിട്ട് ആളെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ നമ്മുടെ കേരളത്തില്. അപ്പോ അതിൽ നേരെ ഇത്തരം ചീള് കേസുകളൊക്കെ വരാം. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായാലും ഇന്ന് നമുക്കറിയാം ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ കേരളമാണ്. അപ്പോ ഇനി വരുന്ന ആളുകളായാലും മാറി ചിന്തിക്കുക തന്നെ ചെയ്യും. അവസാനമായിട്ട് സുരേഷ് ഗോപി രാജിവെക്കണം എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണം ശിവൻകുട്ടിയെ പോലെയുള്ള മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ നിലവിൽ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനം? ഇതൊക്കെ ഇനി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത തരം താഴ്ന്ന മന്ത്രിയായിട്ട് ശിവൻകുട്ടീനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതായാലും ശരിക്കും മലയാളം പറയാൻ അറിയുമെന്ന് തന്നെ അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉച്ചാരണ ശൈലി ആയാലും കുട്ടികളോടായാലും പിന്നെ അത്രയും മോശമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി എന്ത് പറഞ്ഞാലും സുരേഷേന്റെ രാജിവെക്ക് പറയാനായിട്ട് ആള് യോഗ്യനല്ല. പിന്നെ അവര് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആര് രാജിവെക്കാൻ പറഞ്ഞാലും ഇവിടെ ഭരിക്കുന്നത് BJP തന്നെയാണ്. ഇനി ഒരു BJP തരംഗവുമാണ് ഉണ്ടാവാൻ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില്. അതായിട്ട് എല്ലാവർക്കും ഒരു പേടിയും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അത് കണ്ടില്ല എന്ന് വെക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കെതിരെ തീർച്ചയായും നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും.